ഷോൾഡർ ഡിസ്ലൊക്കേഷനായിട്ട് ഒരു പേഷ്യൻ്റ് ഒരു ഡോക്ടറെ അടുത്ത് പ്രസൻറ്റ് വരികയാണ്. അങ്ങനെയാണെങ്കിൽ ആ പേഷ്യൻറ്റിന് പ്രധാനമായിട്ട് ഒരു 3 വ്യത്യസ്തമായ സർജിക്കൽ പ്രൊസീജിയേഴ്സും ഉണ്ട്. അദ്ദേഹത്തിൻ്റെ പ്രശ്നങ്ങൾ നമുക്ക് പരിഹരിക്കാൻ പറ്റും. ഈ 3 സർജറികളിൽ ഏത് സർജറി ആർക്കാണ് ചെയ്യേണ്ടത്? അതാണ് എപ്പോഴും ഒരു ഉയർന്നു വരുന്നൊരു ചോദ്യം. വളരെ സിമ്പിളാണ് ആൻസർ. ഷോൾഡർ ഡിസ്ലൊക്കേഷൻ ഉണ്ടാകുമ്പോൾ എന്താ സംഭവിക്കുക നോക്കൂ. ഷോൾഡർ ഡിസ്ലൊക്കേഷനിൽ ബോള് കപ്പിൽ നിന്ന് തെന്നിപ്പോവാണ് ചെയ്യുന്നത്. ബോള് കപ്പിൽ നിന്ന് തെന്നിപ്പോകുമ്പോൾ ലിഗമെൻറ്റുകൾക്ക് മാത്രം പരിക്കുള്ള പേഷ്യൻറ്റ്, ആ പേഷ്യൻറ്റിന് ആർത്രോസ്കോപ്പിക് ബങ്കാർഡ് സർജറി എന്ന് വെച്ചാൽ താക്കോൽദ്വാര ശസ്ത്രക്രിയയിലൂടെ ലിഗമെൻറ്റിനെയും ക്യാപ്സൂളിനെയും റിപ്പയർ ചെയ്യുക. അത് മാത്രം മതി, പിന്നെ ഡിസ്ലൊക്കേഷൻ ഉണ്ടാവില്ല. രണ്ടാമത്തെ പേഷ്യൻറ്റ് ലിഗമെൻറ്റുകൾക്ക് പരിക്ക് പ്ലസ് അദ്ദേഹത്തിൻ്റെ ബോൾ തെന്നിപ്പോയി തിരിച്ചു വന്നപ്പോൾ ബോളിൻ്റെ പുറകിൽ കാര്യമായിട്ടുള്ളൊരു കുഴി ഉണ്ടായിട്ടുണ്ട്. ഹിൽസാക്സ് ലീഷൻ എന്ന് പറയും. അങ്ങനെയുള്ളവർക്ക് എന്താ ചെയ്യുക? കീഹോൾ സർജറി വഴി ലിഗമെൻറ്റ് റിപ്പയർ ചെയ്യും. അതായത് നേരത്തെ പറഞ്ഞ ബങ്കാർഡ്സ് റിപ്പയർ പ്ലസ് അതിനൂടെ അഡീഷണൽ ആയിട്ട് ബോളിലുണ്ടായ കുഴി അടയ്ക്കാനുള്ള സർജറി, അതായത് റെംപ്ലിസേജ്, അതിലേക്ക് ക്യാപ്സൂളിനെ ഇറക്കി വെച്ച് തുന്നിപ്പിടിപ്പിക്കുന്ന രീതി. ഇതാണ് അദ്ദേഹത്തിന് വേണ്ടത്. മൂന്നാമത്തെ ഒരു സിറ്റുവേഷൻ നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ പറയുന്ന പോലെ ഷോൾഡർ ഡിസ്ലൊക്കേഷൻ ഉണ്ടായി, ലിഗമെന്റിന് ഡാമേജ് വന്നു, ബോളിന്റെ പുറകിൽ കുഴി അതായത് ഹിൽസാക്ക് ഉണ്ടായി, അതുകൂടാതെ കപ്പിന്റെ ഫ്രണ്ടിലുള്ള ബോണും കൂടി നഷ്ടപ്പെട്ടു പോയി. അവർക്ക് ആദ്യത്തെ പറഞ്ഞ 2 സർജറി ചെയ്താലും വിജയകരമായിരിക്കില്ല. അവർക്ക് വേണ്ട സർജറിയാണ് ലത്താർജി പ്രൊസീജിയർ. അതായത് ബോൺ നഷ്ടപ്പെട്ട ആ ഭാഗത്തേക്ക് നമ്മളൊരു ബോൺ കഷ്ണത്തെ കൊണ്ടുപോയി ഫിക്സ് ചെയ്യുക എന്നുള്ളതാണ്. അതിൻ്റെ കൂടെ തന്നെ അഡീഷണൽ ആയിട്ട് ലിഗമെൻറ്റും നമ്മൾ റിപ്പയർ ചെയ്യും. വളരെ സിമ്പിളായിട്ട് 3 ഡിഫറെൻറ്റ് സർജറികളെയും നമുക്ക് ഡിഫറൻഷിയേറ്റ് ചെയ്യാം. ആർക്ക് എന്താണ് എപ്പോഴാണ് വേണ്ടതെന്ന് ഈസി ആയിട്ട് ഡിസൈഡ് ചെയ്യാൻ പറ്റും.